ഹായ്, ഞാനൊരു 2 ദിവസം മുന്നേ നമ്മുടെ മേൽവയർ കുറയ്ക്കുന്ന ഒരു വർക്കൗട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ സൂംബയിൽ യൂസ് ആക്കുന്ന ഒരു മൂമെൻറ്റ്സ് കേട്ടോ. ഇതാണ് കൈ ഇങ്ങനെ പുറകിലേക്ക് പിടിച്ചിട്ട്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് വീഡിയോ കയറി കാണും കേട്ടോ. അപ്പോൾ ഞാനിന്നിപ്പോൾ സൂംബയിൽ യൂസ് ആക്കുന്ന വേറെ 2 മൂമെൻറ്റ്സ് കാണിച്ചു കേട്ടോ, മേൽവയർ കുറയ്ക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ വളരെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിയാൽ അതിന് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ അത് ഞാൻ ഈ കാല് ഇതേ കണക്ക് തന്നെ ചെയ്യുക കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിട്ട് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതങ്ങനെ ചെയ്താൽ കറക്റ്റ് നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ, കറക്റ്റ് ലെവലിൽ ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാലങ്ങനെ തന്നെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കൈ ഇതുപോലെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പുറകിലേക്ക് ആക്കുന്ന പോലെ തന്നെയാണ് ബലം, നല്ല കൈക്ക് നല്ല ബലം കൊടുക്കുക, പുറകിലേക്ക് എടുക്കുക, എന്നിട്ട് വയർ നല്ല അകത്തേക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ പിടിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മേൽവയറാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ മൈൻഡ് ഫുള്ള് മേൽവയറിലേക്ക് കൊടുത്തോളൂ, എന്നിട്ട് വേണം നമ്മളവിടെ അപ്പോൾ ഇങ്ങനെ അകത്തേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കാനുള്ള കേട്ടോ ഈ കൈ എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ച കണക്ക് കാണാത്തവർക്ക് കാണിച്ചത് ഇത് കണക്ക് ഇങ്ങനെ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ, കണ്ടോ, അകത്തേക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ കൈ പുറകിലേക്ക് വന്നിട്ട് ഇങ്ങനെ മുമ്പോട്ട് കൈ തള്ളുമ്പോൾ വയറകത്തേക്കാണ് പിടിക്കലുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ കുറേയൊക്കെ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് നല്ല വേദന ഉണ്ടാവും കേട്ടോ. ശരിക്കും നമ്മൾ വർക്കൗട്ട് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ചെന്ന വയറാ ഭാഗം മസിൽ നല്ല വേദന ഉണ്ടാകും, കാരണം നമ്മൾ അത്രയും ടൈറ്റ് ചെയ്ത് പിടിക്കുന്നതാണ്. അപ്പോൾ ഏത് വർക്കൗട്ടാണോ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ പേടിക്കൊന്നും വേണ്ട. നമ്മൾ അവിടുത്തെ അനക്കമൊന്നും ഇല്ലായിരിക്കുന്ന മസിലിന് നമ്മൾ നന്നായിട്ട് അനക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വയറങ്ങനെ കുറയിലുണ്ടാവുക, ഈ ചാടി ബുളുബുളാ കിടക്കുന്ന ആ വയറൊക്കെ നമ്മൾ ഇങ്ങനെ ഇതേ കണക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് വർക്കൗട്ട് ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ മസിൽസിനെ നന്നായിട്ട് അകത്തേക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നതനുസരിച്ച് അവിടെ ആ ബുളുബുളാ കിടക്കുന്ന ആ വയറൊക്കെ നല്ല കട്ടിയായി തുടങ്ങും. ഇതിങ്ങനെ കട്ടിയായി നമ്മളിങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ മെല്ലെ കട്ടിയായി അങ്ങനെ വന്ന് നമ്മളെ വയറ് കുറയിലുണ്ടാവുക കേട്ടോ. അപ്പോൾ അതിന് അത്രയും ക്ഷമ വേണം, അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് കുറയുന്നതാണ് വയറ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇത് കേട്ടോ. ഇത് മറ്റേതിനെക്കാട്ടും കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, നല്ല ആയത്തിലാണ് നമുക്ക് എടുക്കലുണ്ട്. അപ്പം മറ്റേതിനെക്കാട്ടും വയറ് കുറച്ചുകൂടെ അകത്തേക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചിട്ട് ഇത് മാത്രം ചെയ്യാൻ നിൽക്കണ്ട, രണ്ടും ചെയ്യണം കേട്ടോ. കുറച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുക, ഇതേ കണക്കിന് പിറകിലേക്ക് കൈ എടുത്തിട്ട് കൈ മുന്നോട്ട് എടുക്കുമ്പോൾ വയറകത്തേക്ക് വലിക്കുക. നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ വയറിങ്ങനെ അകത്തേക്ക് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെയാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ മസിൽ നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കണം. നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും അങ്ങനെയാണ്, നമ്മൾ വയറിൻ്റെ ചെയ്യുമ്പോൾ വയറ് ഭാഗം നന്നായി ടൈറ്റ് ചെയ്ത് പിടിക്കണം. നമ്മൾ അകത്തേക്ക് ഇങ്ങനെ കൊടുക്കണം, ശ്വാസം എടുത്തും വിട്ടും അങ്ങനെ ചെയ്യണം കേട്ടോ. ഇതേപോലെ നമ്മളിപ്പോൾ സൂംബ ചെയ്യുമ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് സ്പീഡ് കുറച്ചും സ്പീഡ് കൂട്ടിയൊക്കെ ചെയ്യാറുണ്ട്. എത്ര സ്പീഡ് കൂട്ടി ചെയ്താലും ആ വയറിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫേസിലെ കൊഴുപ്പ്, നമ്മൾ ബാക്ക് ഫാറ്റ്, കയ്യിൽ അങ്ങനെയൊക്കെ കുറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വയറിൻ്റെ കൊഴുപ്പ് കുറവുള്ളൂ. 1, 2, 3 മാസമൊക്കെ പോയി പുറത്ത് പോയി സെൻട്രലിൽ പോയി ചെയ്യുന്നവരൊക്കെ കുറയുന്നില്ല നമ്മൾ നിർത്തി പോകുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നവരും കുറയുന്നില്ല നമ്മൾ നിർത്തി പോകുന്നവരുണ്ട്. വീഡിയോ നോക്കി ചെയ്യുന്ന അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. കഷ്ടപ്പെടണം, ഒരുപാട് നാൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, ക്ഷമ ഉണ്ടാവണം. നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, ക്ഷമയോടെ ചെയ്യുക, ഫുഡ് കൺട്രോൾ എടുക്കുക. റിസൾട്ട് 100% ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങളുടെ മാംസം ഇങ്ങനെ ചാടി കിടക്കുന്ന ബുളുബുള കിടക്കുന്ന മാംസത്തിനായിട്ട് ടൈറ്റ് ചെയ്ത് കിടക്കണമെങ്കിൽ ചെറിയ ജോലിയല്ല. അപ്പോൾ ചാനലത്തിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾ ഓപ്ഷൻ പിടിച്ചിടുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ തരലുണ്ടാവില്ല കേട്ടോ യൂട്യൂബ്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കണ്ടിട്ട് കൃത്യമായിട്ട് ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞ ഒരാളുണ്ട്, ശ്രീലത KP എന്ന് പറഞ്ഞ ചേച്ചി കേട്ടോ. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട്.